കൊല്ലം തിരുമുല്ലവാരം ക്ഷേത്രത്തിൽ പ്രതിഷേധം. ബലിതർപ്പണത്തിന് സൗകര്യമൊരുക്കാത്തതിനാലാണ് പ്രതിഷേധം. ഇന്നും ബലിതർപ്പണം ഉണ്ടെന്നിരിക്കെ ദേവസ്വം ബോർഡ് സൗകര്യങ്ങൾ ഒരുക്കിയില്ല എന്നാണ് ആക്ഷേപം. നൂറുകണക്കിന് ആളുകളാണ് ക്ഷേത്രത്തിൽ ബലിതർപ്പണത്തിനായി എത്തിയത്. തിരുമുല്ലവാരം ബലിതർപ്പണ കേന്ദ്രത്തിൽ ബലിതർപ്പണം നടത്താൻ എത്തിയവരാണ് പ്രതിഷേധിച്ചത്. വെള്ളിയാഴ്ച വൈകുന്നേരം മുതൽ ബലിതർപ്പണം നടത്താനായി 10,000-കണക്കിന് ജനങ്ങളാണ് തിരുമുല്ലവാരം കടൽ തീരത്തെത്തിയത്. മഹാവിഷ്ണു ക്ഷേത്രത്തിന് സമീപത്തെ കടപ്പുറത്തെ പന്തലുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത്. ഇന്നും നിരവധി പേരാണ് അതിരാവിലെ മുതൽ ബലിയർപ്പിക്കാൻ എത്തിയത്. ഞായറാഴ്ച വൈകുന്നേരം 4 മണിവരെ ബലിയർപ്പിക്കാൻ സമയമുണ്ടെന്ന ചില കേന്ദ്രങ്ങളിൽ നിന്നുള്ള അറിയിപ്പിനെ തുടർന്നാണ് ജനം ബലിതർപ്പണ ചടങ്ങുകൾക്ക് എത്തിയത്. എന്നാൽ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിലുള്ള 2 പന്തലുകളിൽ വേണ്ടത്ര സജ്ജീകരണങ്ങൾ ഇല്ലാത്തതിനെ തുടർന്നാണ് കർമ്മം ചെയ്യാനെത്തിയവർ പ്രതിഷേധിച്ചത്. ഇന്ന് രാവിലെ മുതൽ 4 മണി മുതൽ തന്നെ ആൾക്കാർ ഇവിടെ അങ്ങ് നിറഞ്ഞു നിൽക്കുകയാണ്. അതായത് ഈ ക്യൂ 2 കൗണ്ടർ വെച്ചും കൊണ്ട് ഇവര് ഏകദേശം 10,000-കണക്കിന് ആൾക്കാരാവും. അതുവരെ 3-4 ക്യൂ ആയിട്ടാണ് 2 കൗണ്ടറിലേക്ക് പിന്നെ ടിക്കറ്റ് എടുക്കാനായി 75 രൂപയുടെ ആദ്യത്തെ ഇനിഷ്യലായിട്ട് വന്ന് എടുക്കേണ്ട 75 രൂപയുടെ ഇത് എടുക്കണമെന്നുണ്ടെങ്കിൽ അവർ 3-4 സ്ഥലത്തുനിന്ന് ഇവിടെ അങ്ങ് നിൽക്കാൻ സ്ഥലമില്ലാത്ത രീതിയിലാണ് ആ ക്യൂ ആണ്. 2 കൗണ്ടറാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അവർ എത്ര മണിക്കൂറാണ് കാല് വയ്യാത്തവരും വയസ്സന്മാരും ഈ വെരിക്കോസ് ഉള്ളവരും അവരെല്ലാം നിൽക്കുകയാണ്. ബലിയർപ്പിക്കാൻ വേണ്ട പൂജാദ്രവ്യങ്ങളില്ലാത്തതും കർമ്മങ്ങൾ പറഞ്ഞു ചെയ്യിപ്പിക്കാൻ വേണ്ടത്ര കർമ്മിയില്ലാത്തതുമാണ് പിതൃതർപ്പണ ചടങ്ങുകൾക്ക് താമസം നേരിട്ടത്. കൊല്ലം SP ഷെരീഫിന്റെ നേതൃത്വത്തിൽ പോലീസ് എത്തി ജനങ്ങളെ ശാന്തരാക്കിയെങ്കിലും ദേവസ്വം ബോർഡ് അധികൃതർ വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് പൊതുജനം ആവശ്യപ്പെട്ടതോടെ ദേവസ്വം ബോർഡ് അധികൃതരും സ്നാനഘട്ടത്തിലെത്തി. തുടർന്ന് നിർത്തിവച്ചിരുന്ന കൂപ്പണുകൾ വിതരണം ചെയ്തു. ആവശ്യമായ ബലിച്ചോറ് മണ്ഡപത്തിന് സമീപം തന്നെ തയ്യാറാക്കി കർമ്മം ചെയ്യാൻ വേണ്ട കർമ്മികളെ പോലീസിന്റെ സഹായത്തോടെ എത്തിച്ചതിനെ തുടർന്നാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ജനം, കൊല്ലം.